മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 15:16, Proverbs 15:16, വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. നമുക്ക് വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ കഴിയുമ്പോൾ അത് വലിയ ധന്യതയാണ്. നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു പാവൾ. വിശാല ഹൃദയത്തിന്റെ ഉടമ, സൽസ്വഭാവി. വസന്തോത്സവമായാൽ അയൽക്കാർക്കും ബന്ധുക്കൾക്കും സദ്യ കൊടുക്കുന്ന പതിവുണ്ട് പാവളിന്. പട്ടണം മുഴുവൻ വസന്തത്തിന്റെ കാറ്റേറ്റു കോൾമയിർ കൊണ്ടു എങ്ങും. അയൽക്കാർ ഓരോരുത്തരായി പാവളിന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. പാവൾ സദ്യ വിളമ്പുന്നവർക്കെല്ലാം ഓടി നടന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു. തന്റെ അയൽക്കാരന് ദരിദ്രനുമായ ആന്ധ്രയെ മാത്രം വിരുന്നിന് വന്നിട്ടില്ലെന്ന് പാവൾ മനസ്സിലാക്കി. ആന്ധ്രയുടെ കുറവ് പാവളിന്റെ ഉത്സാഹം കെടുത്തി. അദ്ദേഹം പുറത്തു കാണിച്ചില്ല. അടുത്ത ദിവസം പാവൾ ആന്ധ്രയുടെ വീട്ടിലെത്തി. ആന്ധ്ര അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. സുഹൃത്തേ, ഇന്നലെ എന്തുകൊണ്ടാണ് വീട്ടിൽ വരാതിരുന്നത്? പാവൾ ചോദിച്ചു. ആന്ധ്രയെ കുനിഞ്ഞു ശിരസ്സോടെ പറഞ്ഞു, ഇന്നലെ എന്റെ വീട്ടിൽ അത്താഴം വെച്ചിട്ടില്ലായിരുന്നു. അതിനെന്ത്? താങ്കളുടെ വീട്ടിൽ അത്താഴമില്ലേ? എന്റെ വീട്ടിൽ വിരുന്നിന് വരുന്നതിനെന്താ തടസ്സം? ഒരു ദീർഘ നിശ്വാസത്തിന് ശേഷം ആന്ധ്ര പറഞ്ഞു, ഇന്നലെ താങ്കളുടെ വീട്ടിൽ വിരുന്നിന് വന്ന എല്ലാവരുടെയും വീട്ടിൽ അത്താഴം ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ച് വിരുന്നിന് വന്ന അവർ മാന്യരായ അതിഥികളാണ്. പക്ഷെ വീട്ടിൽ അത്താഴത്തിന് വകയില്ലാത്ത ഞാൻ വിരുന്നിൽ വന്നാൽ അത് ഭിക്ഷ വാങ്ങാൻ വരുന്നതിന് തുല്യമാകും. ഞാൻ ഭക്ഷണം ആർത്തിയോടെ കഴിക്കും. അത് മറ്റതിഥികൾക്കും അങ്ങേക്കും ഉതപ്പായിത്തീരും. അതുകൊണ്ട് മാത്രമാണ് വിരുന്നിന് ഞാൻ വരാതിരുന്നത്. ഇത് പാവളിന്റെ കണ്ണു തുറപ്പിച്ചു. പിന്നീട് എപ്പോഴെങ്കിലും പാവളിന്റെ ഭൃത്യന്മാർ അദ്ദേഹത്തോട്, പുറത്തങ്ങേ ഒരു ശ്രേഷ്ഠന അതിഥി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പാവൾ പറയും, ഇല്ല സുഹൃത്തെ, ശ്രേഷ്ഠന അതിഥിയായി എനിക്കറിയാവുന്നത് ആന്ധ്രയെ മാത്രമാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, സത്യം, ഹൃദയശുദ്ധി, നിസ്വാർത്ഥത എന്നീ ഗുണങ്ങളുള്ള മനുഷ്യനെ പരാജയപ്പെടുത്താൻ ലോകത്തിലുള്ള യാതൊരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.